സംഘടിതമായ ഒരു ആക്രമണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കഴിഞ്ഞ ദിവസമുണ്ടായി. മറ്റൊന്നുമല്ല, ദ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ അടർത്തിയെടുത്തുകൊണ്ടായിരുന്നു പ്രതിപക്ഷമടക്കം മുസ്ലിം സംഘടനകളടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്ത് വന്നത്. പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. വിഷയം മലപ്പുറത്തെ പരാമർശിച്ച ഒരു സംഭവമായിരുന്നു. മലപ്പുറത്താണ് ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടക്കുന്നതെന്നും മാഫിയ ഹവാല പണ ഇടപാട് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി തൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാണ് ഇത്തരം ആരോപണക്കാർ പറയുന്നത്. മലപ്പുറം എന്ന ജില്ലയെ വ്യക്തിഹത്യ ചെയ്തു, മലപ്പുറം എന്ന ജില്ലയെ മോശമായി ചിത്രീകരിച്ചു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മാപ്പ് പറയണം. ഇതായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. പിന്നാലെ മലപ്പുറം എന്ന വാക്ക് അഭിമുഖത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പത്രത്തിന് കത്ത് നൽകുന്നു. പത്രം ഒരു വിശദീകരണ കുറിപ്പിറക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു. മലപ്പുറത്തിൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആ അഭിമുഖത്തിൽ അത്തരമൊരു പരാമർശമുണ്ടായിരുന്നില്ല. PR ഏജൻസി എഴുതി തന്ന അഭിമുഖത്തിലാണ് മലപ്പുറം എന്ന പരാമർശമുണ്ടായത്. എന്നാൽ ഇതിൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശദീകരണം പിന്നാലെ വന്നു. ഞാൻ മലപ്പുറം എന്ന പദം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. 150 കിലോയിലധികം സ്വർണം കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തി അത് പിടികൂടി സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് സംവിധാനം. ഹവാല പണമിടപാട് ഏറ്റവും അധികം നടന്നത് മലപ്പുറം ജില്ലയിലാണ്. അതും നിഷേധിക്കാനാകില്ല. അതും താൻ പറഞ്ഞതിലെ വസ്തുതയാണ്. ന്യൂനപക്ഷ വർഗീയതയെ താൻ എതിർക്കാറുണ്ട്. ഏത് മതവർഗീയതയും താൻ എതിർക്കാറുണ്ട്. ന്യൂനപക്ഷ വർഗീയതയോടുള്ള എതിർപ്പ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ എതിർക്കുക എന്നതല്ല. അത്തരത്തിൽ വ്യാഖ്യാനിക്കാനാണ് ഇപ്പോൾ ചിലർ ശ്രമിക്കുന്നത്. വളരെ വ്യക്തമാണ് പിണറായിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ സമീപകാല സാഹചര്യങ്ങൾ വിലയിരുത്തണം. പിണറായി വിജയൻ്റെ കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിന് ഇത്രത്തോളം പ്രാധാന്യം വന്നത് സമീപ കാലത്തെ കേരള രാഷ്ട്രീയത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ ഭാഗം കൂടിയായിട്ടാണ്. PV അൻവർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടതുപക്ഷത്ത് ഉറച്ചു നിന്ന നിലമ്പൂരിലെ MLA, ആ നിലമ്പൂരിലെ MLA മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും കേരളത്തിലെ ADGPക്കെതിരെയും ഒക്കെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നു. നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് സ്വർണ്ണക്കടത്തിൻ്റെയും ഹവാല കടത്തിൻ്റെയും ഒക്കെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പച്ച കള്ളനാണെന്ന് ഒരു MLA വിളിച്ചു പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം അറിയാമെന്നും മുഖ്യമന്ത്രി വെറുമൊരു പാവയാണെന്നും ആക്ഷേപിക്കുന്നു. ഇതിനപ്പുറം എന്ത് ഗതികെട്ട ആരോപണമാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നേരിടേണ്ടി വരുന്നത്? PV അൻവറിൻ്റെ ആരോപണം പരിധി വിട്ടപ്പോൾ ഇടതുപക്ഷം ഇടപെട്ടു, സർക്കാർ ഇടപെട്ടു. PV അൻവറിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു. അവിടെയും നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമെന്നോണം PV അൻവർ സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി അനൗൺസ് ചെയ്യുന്നു. സർക്കാരിനെതിരെ വിശദീകരണം നടത്താൻ വേണ്ടി വലിയ രാഷ്ട്രീയ പൊതുയോഗം വിളിച്ചു കൂട്ടുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും അതിനിശിതമായ വിമർശനം നടത്തുന്നു. അതിനൊപ്പം താനൊരു ഇരയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം സമുദായ അംഗമായതുകൊണ്ട് മാത്രം ഇടതു സർക്കാർ തന്നെ തഴഞ്ഞതാണ്. താൻ പറഞ്ഞത് ജനാധിപത്യപരമായി ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷേ തന്നെ ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നാടകം PV അൻവർ അവിടെ തുടങ്ങി. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ടും സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇത് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. പക്ഷേ അദ്ദേഹം തന്ത്രപരമായി ആ വിവാദത്തിൽ നിന്ന് തലയൂരുകയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലൂടെ. അതായത് ദ ഹിന്ദു എന്ന പത്രം മലപ്പുറം എന്ന പേര് പരാമർശിച്ചില്ല. തൻ്റെ അഭിമുഖത്തിൽ അത് കടന്നുകൂടിയത് പിശകാണ്. അതിന് പത്രം തന്നെ തിരുത്തു നൽകണം. എന്നാൽ കരിപ്പൂർ വിമാനത്താവളം വഴി പിടികൂടിയ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കണക്ക് താൻ പറഞ്ഞിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളം എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നു. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം പിടികൂടിയത് കരിപ്പൂരിൽ നിന്നാണെന്ന് പിണറായി വിജയൻ വിശദീകരിക്കുന്നു. കൂടുതൽ ഹവാല പണം പിടികൂടിയത് മലപ്പുറം ജില്ലയിലാണെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ പറഞ്ഞത്. അത് വസ്തുതയുമാണെന്ന് പിണറായി പറയുന്നു. അപ്പോൾ ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച തൻ്റെ അഭിമുഖത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കുന്നില്ല പിണറായി വിജയൻ. എന്നാൽ സാങ്കേതികമായി താൻ മലപ്പുറത്തെ
കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിനെ കൊണ്ട് അദ്ദേഹം തിരുത്തലുകൾ വരുത്തുന്നു. എന്നാൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം പിന്നീട് പറയുകയാണ്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹവാല പണം വരുന്നു. ഹവാല കടത്തു പണവും സ്വർണ്ണക്കടത്തിലൂടെയുള്ള പണവും ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ വിവാദമുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ളവരാണ്. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിലൂടെയും ഹവാല കടത്തിലൂടെയുമുള്ള പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിന് എന്ത് തെളിവാണുള്ളത്? ആ തെളിവുണ്ടെങ്കിൽ ഇത് ഗൗരവമുള്ള വിഷയമല്ലേ? ആരെ പ്രീണിപ്പിക്കാനാണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? അവിടെ വി.ഡി. സതീശനും കൂടെയുള്ളവരും കളിച്ചത് ഏറ്റവും വലിയ ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവുമാണ്. അതായത് ഡൽഹിയിലുള്ള സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനാണ് ഇത്തരമൊരു പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതെന്ന് വി.ഡി. സതീശൻ വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും വീണു. മലപ്പുറത്തെ തൊട്ട് കളിച്ചു. മലപ്പുറം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ജില്ലയല്ല, മറിച്ച് പ്രത്യേക ഒരു ടെറിട്ടറിയാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുള്ള ആളുകൾ കേരളത്തിലുണ്ട്. അവരെല്ലാം കൂടെ ഒന്നു ചേർന്നു മുഖ്യമന്ത്രിക്കെതിരെ കലാപക്കൊടി ഉയർത്തി. തന്ത്രപരമായ അതിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊരി മാറി. പക്ഷേ പിണറായി തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അഭിപ്രായത്തിലൂടെ മനസ്സിലാക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് പിടികൂടിയത്. ഹവാല കടത്ത് ഏറ്റവും കൂടുതൽ പിടികൂടിയത് മലപ്പുറത്ത് നിന്നാണ്. ഇത്തരം കടത്തുകളിലൂടെയുള്ള പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ആ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്ന് പിണറായി വിജയൻ കൃത്യമായി പറയുകയാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടിക്കുമ്പോൾ ചിലർക്ക് എന്തിനാണ് വേവലാതി എന്നും പിണറായി ചോദിച്ചു. എന്തിനാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിൻ്റെ കണക്കാണ് പറഞ്ഞത്. അപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത്? ഈ ചോദ്യം ചെന്നുകൊള്ളുന്നത് പി.വി. അൻവറിലേക്കാണെന്നതിന് ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാതെ പറഞ്ഞു വെൽക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടികൂടിയപ്പോൾ പൊള്ളിയത് ചില രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ആ രാഷ്ട്രീയ നേതാക്കന്മാരാണ് സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അനാവശ്യ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ദ ഹിന്ദു എന്ന പത്രത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള നീതിപൂർവമായ പ്രവർത്തനത്തിന്റെ പേരിൽ മതപീഡനം ആരോപിച്ച് പിണറായി വിജയനെതിരെ രംഗത്ത് വരേണ്ടെന്നതിൻ്റെ ഉറപ്പ് തന്നെയാണ്, സൂചന തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ നൽകുന്നത്. പി.വി. അൻവറാണ് പിണറായി വിജയന്റെ ലക്ഷ്യമെന്നതിന് യാതൊരു തർക്കവുമില്ല. മലപ്പുറം ജില്ല എന്ന പരാമർശത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായിക്കെതിരെയുള്ള വലിയ പടയൊരുക്കം നടത്തിയതിന് പിന്നിലും പി.വി. അൻവർ ഉണ്ട് എന്ന് കൃത്യമായി പിണറായിക്കും ഇടത് സർക്കാരിനും ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം.